കേരള സർവകലാശാലയിലെ രജിസ്ട്രാറുടെ സസ്പെൻഷൻ അതിരൂക്ഷ പ്രതിസന്ധിയിലേക്ക്. താത്കാലിക വിസിയുടെ എതിർപ്പ് മറികടന്ന് രജിസ്ട്രാറുടെ സസ്പെൻഷൻ ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ റദ്ദാക്കി. താൻ പിരിച്ചുവിട്ട സിൻഡിക്കേറ്റ് യോഗ തീരുമാനത്തിന് സാധുതയില്ലെന്ന് വിസി ഇൻചാർജ് സിസ തോമസ് അറിയിച്ചു. ഇടതുപക്ഷ പാർട്ടി യോഗമാണ് റദ്ദാക്കൽ നടപടി അംഗീകരിച്ചതെന്ന് ബിജെപി സിൻഡിക്കേറ്റ് അംഗങ്ങൾ ആരോപിച്ചു. രജിസ്ട്രാറുടെ സസ്പെൻഷനിലേക്ക് കടന്ന കാവിക്കൊടി ഏന്തിയ ഭാരതാംബ വിവാദം കേരള സർവകലാശാലയെ രണ്ട് തട്ടായി വിഭജിച്ചിരിക്കുകയാണ്. രജിസ്ട്രാർ KS അനിൽകുമാർ ഹൈക്കോടതിയിൽ സമർപ്പിച്ച പെറ്റീഷന് വിശദീകരണം നൽകാനാണ് സിൻഡിക്കേറ്റ് യോഗം താത്കാലിക വൈസ് ചാൻസലർ സിസ തോമസ് വിളിച്ചു ചേർത്തത്. എന്നാൽ അജണ്ടയിൽ ഇല്ലാതിരുന്ന രജിസ്ട്രാറുടെ സസ്പെൻഷൻ നടപടി സിൻഡിക്കേറ്റ് ചർച്ച ചെയ്തു. ഇതോടെ സിസ തോമസ് യോഗ നടപടികൾ പിരിച്ചുവിട്ടു. തുടർന്ന് സർവകലാശാലയിലെ സീനിയർ സിൻഡിക്കേറ്റ് അംഗമായ പ്രൊഫസർ PM രാധാമണിയെ അധ്യക്ഷയാക്കി ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ ചേർന്ന യോഗത്തിൽ ഡോക്ടർ മോഹനൻ കുന്നുമ്മലിന്റെ സസ്പെൻഷൻ നടപടി റദ്ദാക്കി. യോഗത്തിൽ നിന്ന് വൈസ് ചാൻസലർ ഇറങ്ങിപ്പോയപ്പോൾ അതിലെ ഏറ്റവും സീനിയർ സിൻഡിക്കേറ്റ് അംഗവും കേരള സർവകലാശാലയിലെ എമറിറ്റസ് പ്രൊഫസറുമായിട്ടുള്ള ഡോക്ടർ PM രാധാമണി ഈ യോഗം ചെയർ ചെയ്തു. സർക്കാർ പ്രതിനിധികൾ ഉൾപ്പെടെയുള്ള 18 സിൻഡിക്കേറ്റ് അംഗങ്ങളുടെ പിന്തുണയോടുകൂടി ഈ തീരുമാനം അംഗീകരിച്ച് ഹൈക്കോടതിയെ അറിയിക്കാൻ സ്റ്റാൻഡിംഗ് കൗൺസിലിനെ ചുമതലപ്പെടുത്തി. നിലവിലെ സിൻഡിക്കേറ്റ് തീരുമാനത്തിന് നിയമസാധുതയില്ലെന്നാണ് വൈസ് ചാൻസലർ ഡോക്ടർ സിസ തോമസിന്റെ നിലപാട്. സിൻഡിക്കേറ്റ് എന്ന് പറയുന്നത് ചെയർ ചെയ്യുന്നത് VC ആണ്. ആ VC ഡിസോൾവ് ചെയ്തിട്ട് പോകുമ്പോൾ ഇപ്പം നടക്കുന്ന നിങ്ങൾ പറയുന്ന സിൻഡിക്കേറ്റ് ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. അതൊരു എന്താ പറയുക, അവര് ഒരു മീറ്റിംഗ് കഴിഞ്ഞിട്ട് അവരൊരു കുശലം സംഭാഷണം നടത്തുന്നതായിട്ട് ഞാനത് ധരിക്കുന്നുള്ളൂ. ചട്ടപ്രകാരമുള്ള നടപടിയാണ് സിൻഡിക്കേറ്റ് സ്വീകരിച്ചതെന്നും ചർച്ച നടക്കുമ്പോൾ VC ഇറങ്ങിപ്പോവുകയാണ് ചെയ്തതെന്നും ഉന്നത വിദ്യാഭ്യാസ മന്ത്രി R ബിന്ദു പറഞ്ഞു. സ്റ്റാറ്റ്യൂട്ടിൽ എഴുതി വയ്ക്കപ്പെട്ട കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അവിടെ നടന്നിട്ടുള്ളത്. VCക്ക് രജിസ്ട്രാർക്കെതിരായി അച്ചടക്ക നടപടി സ്വീകരിക്കാനായിട്ട് അധികാരമില്ലാത്തതാണ്. ഇടതുപക്ഷ സിൻഡിക്കേറ്റ് അംഗങ്ങളുടെ നടപടിയിൽ പ്രതിഷേധിച്ച് BJP കോൺഗ്രസ് അംഗങ്ങളും യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോയി. ഈ സസ്പെൻഷൻ ശരിയോ തെറ്റോ എന്ന് അത് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന വിഷയമാണ്. അത് ഈ സിൻഡിക്കേറ്റിന് ഇപ്പം തീരുമാനിക്കാൻ പറ്റില്ല. നാളെ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി എന്ത് പറയുന്നു അതനുസരിച്ച് സിൻഡിക്കേറ്റ് യോഗം ചേർന്ന് ആ വിഷയത്തിൽ തീരുമാനം എടുക്കും. കോടതിയിലിരിക്കുന്ന ഒരു കാര്യത്തിനകത്ത് അത് കോടതിക്കൊപ്പമാണ്. കോടതി പറയുന്നത്. നാളെ ഹൈക്കോടതിയിൽ ഇരു വിഭാഗങ്ങളും വ്യത്യസ്ത നിലപാടായിരിക്കും വിശദീകരിക്കുക. രജിസ്ട്രാർക്കെതിരെയുള്ള VCയുടെ സസ്പെൻഷൻ ചട്ടവിരുദ്ധമാണ്. നടപടി റദ്ദാക്കി. ഭാരതാംബ വിവാദം അന്വേഷിക്കാൻ 3 അംഗ സമിതിയെ നിയോഗിച്ചതായും സിൻഡിക്കേറ്റ് സത്യവാങ്മൂലം നൽകും. എന്നാൽ ഡോക്ടർ മോഹനൻ കുന്നുമ്മലിന്റെ നടപടിയെ അനുകൂലിച്ചായിരിക്കും സിസ തോമസിന്റെ വിശദീകരണം. കൂടുതൽ സങ്കീർണമായ വിഷയത്തിൽ കോടതിയുടെ നിലപാട് സുപ്രധാനമായിരിക്കും. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.